കേരള സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് നഗരത്തിൽ തന്നെ നടത്തും. രാഹുൽ മാങ്കൂട്ടത്തിന് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനാക്കുന്നത് ഒഴിവാക്കാൻ പരിപാടി ഷൊർണൂരിലേക്ക് മാറ്റാൻ നീക്കങ്ങൾ നടന്നിരുന്നു. ഷൊർണൂരിൽ അസൗകര്യം ഉണ്ടെന്ന് സംഘാടക സമിതി യോഗത്തിൽ അഭിപ്രായം വന്നതോടെയാണ് പാലക്കാട് നഗരത്തിലേക്ക് വേദി മാറ്റിയത്. സാജിദ് വീണ്ടും ചേരുന്നു. സാജിദ്, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ഇനി മറ്റൊരു കാരണം കണ്ടെത്തണ്ടേ? അജിൻസ്, ഈ സ്കൂൾ ശാസ്ത്രോത്സവം നേരത്തെ പാലക്കാട് നഗരത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് അത് ഷൊർണൂരിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ പല അസൗകര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഷൊർണൂർ പാലക്കാട് റൂട്ടിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരും. ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതെല്ലാം പരിശോധിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഇന്ന് സംഘാടക സമിതി യോഗത്തിൽ ഈ വിഷയങ്ങൾ എംഎൽഎമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് നഗരത്തിൽ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അറിയാനുള്ളത് ഇതിന്റെ ഈ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ചെയർമാനും അതോടൊപ്പം തന്നെ കൺവീനറും ആരാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ ചെയർമാൻ അല്ലെങ്കിൽ കൺവീനർ സ്ഥലം MLA ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ ഈ സംസ്ഥാന ശാസ്ത്രോത്സവം ആയതുകൊണ്ട് തന്നെ മന്ത്രി ചെയർമാനും MLA കൺവീനറുമാകാനാണ് സാധ്യത. ഈ പുതിയ പശ്ചാത്തലത്തിൽ അത് ഈ MP-ക്ക് സ്ഥാനം നൽകുകയോ ഇല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഈ കൺവീനർ സ്ഥാനം നൽകാനുള്ളൊരു സാധ്യതയാണുള്ളത്. അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈ യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂർണ്ണമായി അദ്ദേഹം MLA ആയ പശ്ചാത്തലത്തിൽ ഒഴിവാക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് കൂടി മന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ജില്ലയിലെ എല്ലാ MLA-മാരെയും അതിൻ്റെ ഈ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തും. അങ്ങനെ അദ്ദേഹത്തെ ഈ കൺവീനർ തന്നെ ആക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസം പല പരിപാടികളും ഈ സപ്ലൈകോയുടെ പരിപാടിയിൽ നിന്നടക്കം അദ്ദേഹത്തെ മാറ്റിയിരുന്നു. നേരത്തെ നഗരസഭ അവരുടെ പരിപാടികളിൽ നിന്ന് മാറ്റിയിരുന്നു. ഇനി ഈ സ്കൂൾ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട ഈ സംഘാടക സമിതി കൺവീനർ സ്ഥാനം ഈ സ്ഥലം MLA-ക്ക് നൽകുമോ അതോ നൽകാതിരിക്കാൻ എന്തെങ്കിലും ഈ ഇപ്പോഴത്തെ വിവാദമടക്കം കാരണം പറയുമോ എന്നുകൂടി നമുക്ക് അറിയാനുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞത് 4000-ലധികം വിദ്യാർത്ഥികൾ വരുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാൾ അവരുമായി മിങ്കിൾ ചെയ്യേണ്ടി വരും. അത് അത്ര ഈ സുഖകരമായിരിക്കില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി MP-യോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും MLA-യോ വെക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ശരി സാജി.